വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു പായസമാണ്. ഇതിന് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നേയില്ല. അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും ഇത് കഴിക്കാം. സ്വീറ്റ് പൊട്ടറ്റോ എടുത്ത് ഇഡലിത്തട്ടിൻ്റെ തട്ടേ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ കൂടാതെ വേണ്ട ഇൻഗ്രീഡിയൻസ് 2 കപ്പ് സ്വീറ്റ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതും 3 കപ്പ് പാലും വളരെ കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സോ കിസ്മസോ നമ്മുടെ ചോയ്സിനുള്ളത് നമ്മൾ എടുക്കുക. പാല് തിളപ്പിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ പാല് നന്നായിട്ട് തിളച്ചു വരണം. സ്വീറ്റ് പൊട്ടറ്റോ ഡോക്ടേഴ്സ് ഡയബറ്റോളജിസ്റ്റൊക്കെ പറയുന്നത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് സ്കെയിലുള്ള ഒരു കിഴങ്ങാണെന്നാണ്. നമ്മൾ സാധാരണ പൊട്ടറ്റോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയിലെ ഷുഗറിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. അതിലുള്ള ഷുഗർ ഡയബറ്റീസ് കൂട്ടുന്ന ഷുഗർ അല്ല അതിലുള്ളത്. അതുകൊണ്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാമെന്ന് പറയുന്നത്. പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയ ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. പുഴുങ്ങിയതിന് ശേഷം ഇവിടെ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. വേറെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് മിക്സിക്കകത്തോട്ട് ഇതിട്ട് കുറച്ച് പാലും കൂടെ ഇട്ട് അടിച്ചെടുത്താലും മതി. ഞാൻ കുറേ പീസുകൾ ഇങ്ങനെ കടിക്കുന്ന പാകത്തിലും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഈ പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ചെയ്ത ഈ സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് തീ സ്വല്പം കുറയ്ക്കുക. ഇത് സ്വീറ്റ് പൊട്ടറ്റോയ്ക്കകത്ത് കാർബോഹൈഡ്രേറ്റും ഉള്ളത് കൊണ്ട് ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് സാധാരണ പായസം പോലെ തന്നെ ഇത് കുറുകി വരും. ഒത്തിരി തിക്കനാകുന്നതിന് മുമ്പേ നമ്മൾ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഒത്തിരി കുറുകിപ്പോവും. ഇതിൻ്റെ മധുരമെന്ന് പറയുന്നത് അതിമധുരമല്ല, പക്ഷേ ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി നല്ല പായസം പോലെ നല്ല സ്വീറ്റായിട്ടുള്ള മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം. പക്ഷേ ഇതൊരു നല്ല ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പായസമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹെൽത്തി പായസമെന്ന് ഇതിനെ പറയാം. കാര്യം നമ്മൾ ഷുഗർ ചേർക്കുന്നേ ഇല്ല. ആ സ്വീറ്റ്നെസ് കിട്ടുന്നത് മുഴുവൻ ഈ സ്വീറ്റ് പൊട്ടറ്റോയിൽ നിന്നുള്ളതാണ്. ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ പാലിൽ ഇങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ സ്വീറ്റ് പൊട്ടറ്റോയ്ക്കകത്തുള്ള ആ സ്വീറ്റ്നെസ് മുഴുവൻ ഈ പാലിലേക്കാവും. പാലിന് ഒരു ചെറിയ ഇതുണ്ടല്ലോ. ഇപ്പം ഇത് ഓൾമോസ്റ്റ് റെഡിയാകാറായിട്ടുണ്ട്. ഇത് പാല് ഏകദേശം പകുതി പറ്റി വരണം. അതായത് 3 കപ്പ് പാലാണെങ്കിൽ 1.5 കപ്പ് പാലാകുന്ന, നമുക്ക് കാണുമ്പം സാധാരണ പായസം ഉണ്ടാക്കുന്ന ആ കൺസിസ്റ്റൻസിയിലേക്ക് വരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഏലക്കായോ ജീരകമോ അവനവൻ്റെ ഇഷ്ടം പോലെ അത് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ പായസത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഇതിന് ശേഷം ഇത് ഓഫ് ചെയ്തു. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരും. ഒരു സ്വല്പ സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് അവനവന് ഇഷ്ടമുള്ള നട്ട്സ്, ഞാനിവിടെ കാഷ്യൂ നട്ട്, ഇച്ചിരി ആൽമണ്ട്സ്, പിന്നെ റേസിൻസ്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നട്ട്സൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ അത് നെയ്യ് വറുത്ത് കോരുക. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ നട്ട്സ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പായസത്തിലേക്ക് ഇടണമെങ്കിൽ ഇടാം. പിന്നെ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ പഞ്ചസാര ഇടാതെ തന്നെയാണ് കുടിച്ചത്. കാരണം ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പായസമാണെന്ന് ഉള്ളതുകൊണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.